ആലപ്പുഴയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ ഒരു ബൂത്തിൽ പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ ചെയ്യുന്ന വോട്ടുകൾ അത് പതിയുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. അശ്വിൻ, ഇത് എപ്പോഴാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്? അശ്വിൻ, ഈ പ്രശ്നം പരിഹരിച്ചോ? ഉന്മേഷം, നിലവിൽ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ ആര്യാട് ഡിവിഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഏകദേശം 3 മണിയോടുകൂടി കണ്ടെത്തുന്നത്. ഇവിടുത്തെ BSP സ്ഥാനാർത്ഥി ആലപ്പുഴ ഡിവിഷനിലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ ആര്യാട് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ശൈലജ എസ് എന്ന് പറയുന്ന BSP സ്ഥാനാർത്ഥിയുടെ പേര് ഈ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ലിസ്റ്റിൽ തന്നെ വെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ ഈ പ്രശ്നം BSP പ്രവർത്തകർ പോലും ഈ പ്രശ്നം അറിയുന്നത് അല്പസമയം മുമ്പാണ്. 3 മണിയോടുകൂടിയാണ്. അവിടെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവിടെ BSP സ്ഥാനാർത്ഥിയുടെ പേര് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ മിഷനിൽ കാണുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതെന്തായാലും ഈ പരാതി ശരിയാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തിയതോടെ മണ്ണഞ്ചേരി സ്കൂളിലെ ഈ വോട്ടിംഗ് പൂർണ്ണമായും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏകദേശം 60% പോളിംഗ് നടന്നതിന് ശേഷമാണ്, ഈ ബൂത്തിൽ മാത്രം 60% പോളിംഗ് നടന്നതിന് ശേഷമാണ് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത്. രാവിലെ മോക്ക് പോളിംഗ് നടത്തിയപ്പോൾ BSPയുടെ പ്രതിനിധികൾ, ഏജന്റുമാർ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം രാവിലെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഹരിക്കപ്പെടാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു റീപോളിംഗ് അല്ലാതെ മറ്റ് സാധ്യതകൾ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് വിദഗ്ധരടക്കം പറയുന്നത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ ഈ 3 ബാലറ്റുകളിലും വോട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അടക്കം ഈ 3 സ്ഥലങ്ങളിലും വോട്ട് ചെയ്താൽ മാത്രമേ പ്രക്രിയ പൂർത്തീകരിക്കാനാവുള്ളൂ. അത് ഈ സ്ഥാനാർത്ഥിയുടെ പേരില്ലാത്ത പക്ഷം അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനിയൊരു റീപോളിംഗ് അല്ലാതെ സാധ്യതകളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BSPയുടെ സംസ്ഥാന ജനറൽ കൺവീനർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പരാതി എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? കോർഡിനേറ്ററാണ്. എപ്പോഴാണ് ഈ പരാതി ശ്രദ്ധയിൽപ്പെട്ടത്? 2 മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ ബൂത്തിൽ വരുന്നത്. ബൂത്തിൽ വന്നതിൻ്റെ പേരെഴുതിയിട്ടിരിക്കണതിനെ നോക്കിയപ്പോൾ വ്യത്യാസം കണ്ട് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വെട്ടിയിട്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്ത ബൂത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ കുഴപ്പമില്ല. ഇവിടെ ഒരു റീപോളിംഗ് ആണോ ആവശ്യം? റീപോളിംഗ് തന്നെ ആവശ്യം. അത് മാത്രമല്ല, നമ്മുടെ ഈ ഡിവിഷനിൽ പൂർണ്ണമായിട്ടും റീപോളിംഗ് നടത്തണം. എന്തായാലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഈ ബൂത്തിലെ മാത്രം പരാതിയാണ്. അവിടെ ഒരു റീപോളിംഗ് വേണം എന്ന ആവശ്യം BSPയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനിയും ഇതിലെ നിയമവശങ്ങളകത്ത് പരിശോധിക്കപ്പെടുകയാണ്. മിഷൻ്റെ തകരാറാണോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ഒരു പരിഹാരം ഉടൻ കാണാനായില്ലെങ്കിൽ ഇതുവരെ ചെയ്ത വോട്ടുകൾ പാഴാകും. ഒപ്പം ഇനി കാത്തു നിൽക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. ഉന്മേഷം. അശ്വിൻ, അറിയേണ്ട രീതി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേരുണ്ടായിട്ടും വോട്ട് ചെയ്യുന്നത് തെളിയാത്തതാണോ, അതോ ആ പേരേ ഇല്ല എന്നുള്ളതാണോ? ഇപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നല്ലോ അശ്വിൻ. അതായത് ഈ സ്ഥാനാർത്ഥിയുടെ പേര് അതിലില്ല എന്നുള്ളതാണോ, അതോ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ വോട്ടിംഗ് പ്രസ് ചെയ്യുമ്പോൾ ആർക്കുമായിട്ടെ അത് പ്രവർത്തിക്കണ്ടേ? ഇത് സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. പേരുണ്ട്, ചിഹ്നമുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. ആ ഭാഗം സ്ലോട്ട് മാത്രം. 4ാമത്തെ പേരാണ് ഈ ശൈലജ എസ് പൂഞ്ഞിലി എന്നുള്ളത് BSP സ്ഥാനാർത്ഥി. അത് പ്രവർത്തിക്കുന്നേ ഇല്ല. അപ്പോൾ അത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ പേര് എഴുതിയിട്ടുണ്ട്, പേര് വെട്ടിയിരിക്കുന്നത്. രാവിലെ ഏജന്റ് ഉണ്ടായിരുന്നില്ലേ മോക്ക് പോളിംഗ്? ഇല്ല, മോക്ക് പോളൊക്കെ നടത്തിയാൽ നേരം കുഴപ്പമില്ല. അപ്പോൾ എല്ലാം നോക്കിയല്ല, ഒരെണ്ണാലേ നോക്കുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ആ സമയത്തൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. ഉന്മേഷ്, അതാണ് സ്ഥാനാർത്ഥിയുടെ പേരും ചിത്രവും ചിഹ്നവും അടക്കം, ആന ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്, ചിഹ്നവും അടക്കം ഈ മിഷനിലുണ്ട്. പക്ഷേ അത് അമർത്തുമ്പോൾ അത് വോട്ടായി മാറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. അത് അങ്ങനെ ചെയ്യാത്ത സാങ്കേതികമായ ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഇതുവരെ ചെയ്ത ആളുകൾക്ക് ആ വോട്ട്. അതുകൊണ്ട് തന്നെ റീപോളിംഗ് വേണം എന്നുള്ള ആവശ്യമാണ് അവിടെ BSP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.